മമ്മൂട്ടിയുടെ മഹായാനം സിനിമയിലെ ഗ്രാമഭംഗി പശ്ചാത്തലമായ തൃത്താല വട്ടത്താണി ഇന്നെങ്ങനെയാണ്? കാലം മാറുന്തോറും ആ ഗ്രാമഭംഗി ഒട്ടും ചോരാതെ ഇന്നും പഴമയുടെ മനോഹാരത്തിൽ വട്ടത്താണി അവിടെ തന്നെയുണ്ട്. പതിറ്റാണ്ടുകളായി നാട്ടുകാർക്ക് തണൽ നൽകുന്ന ഒരു ആൽമരമുണ്ട്. തൃത്താല വട്ടത്താണിയിലെ ഈ ആൽമരമാണ് നിരവധി മലയാള സിനിമകളിൽ വള്ളുവനാടിന്റെ ഗ്രാമഭംഗി നിറഞ്ഞ പശ്ചാത്തലമായത്. പാലക്കാടിന്റെ ചുട്ടുപൊള്ളുന്ന വേനലിൽ ആശ്വാസത്തിന്റെ തണൽ നൽകുന്ന ഈ ആൽമരത്തിന് 200 വർഷത്തിലധികം പഴക്കമുണ്ട്. ഒരു കാലത്ത് മലയാള സിനിമകളുടെ സ്ഥിരം ലൊക്കേഷനായിരുന്നു ഈ പ്രദേശം. ഇല്ല, ലായിൽ മാത്രം ഒരു ചായക്കട ഉണ്ടായിരുന്നു. അതാണ് വട്ടത്താണിയും. പിന്നെ വട്ടത്താണിയിൽ അതില് പിന്നെ ചതുര അത്താണി ആക്കിയതാണ്. മുമ്പ് വട്ടത്താണി ആയിരുന്നു. (1989) ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി നായകനായ മഹായാനം 1999 PT കുഞ്ഞുമുഹമ്മദ് സംവിധാനം ചെയ്ത് മുരളി നായക വേഷമിട്ട ഗർഷം, പൊന്മുട്ടയിടുന്ന താറാവ് ഉൾപ്പെടെ നിരവധി സൂപ്പർ ഹിറ്റ് സിനിമകളിലെ ഫ്രെയിമുകളിൽ വട്ടത്താണിയിലെ ആൽമരം പശ്ചാത്തലമായിട്ടുള്ള സീനുകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. നിങ്ങളെ തിരക്കി ഒരാൾ വന്നിരിക്കുന്നു. ആരാ? എനിക്കറിയില്ല, ഞങ്ങളുടെ കടയിൽ ഇരിക്കുന്നുണ്ട്. ആരാ ചന്ദ്രു? വല്ല പെണ്ണുംകുട്ടിയും മറ്റോ ആണോ? കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിരിക്കും. പിന്നെ പഴയ കാലത്ത് ഈ സാധനം ഏറ്റി വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഇറക്കി വെക്കാൻ ഒരു അത്താണി ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. വട്ടത്തിലുള്ള ആൽത്തറയും സമീപത്തു തന്നെ അത്താണി എന്ന് വിളിക്കുന്ന ചുമട് താങ്ങിയും ഉള്ളതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് വട്ടത്താണി എന്ന പേര് വന്നതെന്ന് പഴമക്കാർ പറയുന്നു. പച്ചപ്പിൽ പുതച്ചു നിന്നിരുന്ന പ്രശാന്ത സുന്ദരമായ ഈ പ്രദേശം ഇന്ന് ചെറിയ തോതിലൊക്കെ മാറി. എന്നാൽ ചുട്ടുപൊള്ളുന്ന വേനലിൽ കുറച്ചു നേരം വിശ്രമിക്കാൻ യാത്രക്കാർ ഈ ആൽമരത്തിന്റെ തണലിലേക്കെത്തുന്ന പതിവ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നുണ്ട്. ഒപ്പം ആ പഴയ സിനിമാ ലൊക്കേഷനുകളുടെ ഓർമ്മയൊക്കെ ഇന്നും ആ ആൽമരത്തിന്റെ ചുറ്റുമുണ്ട്.